ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. കൊല്ലം കാട്ടിൽ മേക്കതിൽ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അപ്പൊക്കെ രാവിലെ ഫോണിലാണ്. അപ്പോ രാവിലെ കുളിക്കാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ലവനാണ് വണ്ടി ഓടിക്കുന്നത്. ലവൻ ഇവിടെ ഇരിപ്പുണ്ട്. ഏയ് എവിടെ പോവാ? എന്നാ പരിപാടി? അമ്പലത്തിൽ തന്നെ. എന്നിട്ട് പഴകഞ്ഞി കുടിക്കാൻ വന്നാണോ? അമ്പലത്തിൽ പോകാൻ വന്നതല്ലേ? ഓക്കെ. അപ്പോയേ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് നോക്കി. അപ്പോയേ രാവിലെ നല്ല മഞ്ഞാണ് ഗൈസ്. നല്ല മഞ്ഞാണ് ഇവിടെ. ചുറ്റും മഞ്ഞാണ്. ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മലയോര മേഖലയാണ് കേട്ടോ. അപ്പം മഞ്ഞ് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് കുന്നമാണ് കേട്ടോ, കുന്നം. ഇത് പഴയ ഒരു അമ്പലം കേട്ടോ. ഏടമണ്ണ് പള്ളിയാണ് കേട്ടോ. ഞങ്ങള് റാന്നി എടുക്കാറായി. റാന്നി അപ്പോ രാവിലെ കലിപ്പാണ് കഴിച്ച്. ഭയങ്കര കലിപ്പാ. ഇതാണ് കേട്ടോ റാന്നിയാണിത്. റാന്നി ഇവിടെ പുതിയതായിട്ട് മൈജി വന്നിട്ടുണ്ട്. മൈജിന്നാ ഞാൻ ഫോൺ എടുത്തു കേട്ടോ. അതിന്റെ ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു. അമ്മമാർ ഇതുവരെ തന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും സ്ക്രാച്ച് കാർഡ് വന്നോ. അപ്പം പറയില്ല. അങ്ങനെ റാന്നി എടുക്കുന്നു. ഇനിയൊരു 1.5-2 മണിക്കൂറോടെ എടുക്കും അമ്പലത്തിൽ ചെല്ലാന്. ഇതാണ് ബസ് സ്റ്റാൻഡ്. രാവിലെ ബംഗാളികളെല്ലാം കൂടെ പണിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊരു ചെറിയ പെരുമ്പാവൂരാണ്. കാരണം ഒരുപാട് ബംഗാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബംഗാളികൾ മാത്രമല്ല കേട്ടോ, ആസാംകാരും കണ്ടോ. രാവിലെ ഇവരുടെ പേട്ടയാണ്. ഇതാണ് റാന്നി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടാണ് റാന്നി പാലം കേട്ടോ. ഇത് പുതിയ പാലമാണ്. പഴയ പാലം ഒടിഞ്ഞു പോയായിരുന്നു കണ്ടോ. അവിടെ ആയിരുന്നു പാലം. പഴയ പാലം ഒടിഞ്ഞു പോയിട്ട് നിറയെ ആൾക്കാർക്ക് ജീവന് അപായമൊന്നും ഇല്ലായിരുന്നു. വണ്ടി താഴെ പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടൂരെത്തി കേട്ടോ. അടൂരാണ്. വലത്തോട്ട് ഇവന് വഴി തെറ്റുവാണ്. ഇവനെ വലത്തോട്ടെന്ന് പറയുമ്പോ ഇടത്തോട്ടാ പോകുന്നത്. ഏകദേശം ഒരു 1 മണിക്കൂർ എടുക്കും കേട്ടോ ചെല്ലാൻ വേണ്ടി. നേരം വെളുത്ത് വെട്ടമൊക്കെ വീണിട്ടുണ്ട്. എല്ലാരും ചായ കുടിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഇനി അടുത്തൊരു ചായക്കട നിർത്തി ചായയൊക്കെ കുടിക്കണം. ചായ കുടിക്കണോ? എല്ലാരും കൂടെ പറ. ചായ കുടിക്കണോ? വേണ്ടേ? ചായ കുടിക്കണ്ടേ? അപ്പു നല്ല ഉറക്കം കേട്ടോ. ഇത് കേട്ടോ, അപ്പു ഭയങ്കര ഉറക്കം. വായൊക്കെ തുറന്ന് അപ്പു ഉറങ്ങും. അപ്പൊ ഞങ്ങള് അമ്പലം എടുക്കാറായി, എത്താറായി. ഇത് ചവറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടാണ് ടൈറ്റാനിയം ഫാക്ടറി ഒക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് അപ്പുവാണ് മൈക്കൊക്കെ കുത്തിയേക്കുന്നത്. അപ്പു മറ്റേ സമൂസ എന്നിട്ട് മൊത്തം എണ്ണയാണ്. ഇത് കണ്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ ആർച്ചിലേക്ക് കയറുകയാണ്. ഇതാണ് കണ്ടോ അമ്പലത്തിന്റെ കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഇത്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഭഗവതി ക്ഷേത്രം കണ്ടോ. ഇതിന്റെ ഇത് ടൈറ്റാനിയം ഫാക്ടറിയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇതിന്റെ ബാക്ക് വശത്തോടാണ് റോഡ് കണ്ടോ. ഇവിടെ മൊത്തം വേസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ അമ്പലത്തിന്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് അമ്പലം. അപ്പം ജങ്കാറ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ഇതൊക്കെ ശരിക്കും വരുമോ? അപ്പൊ ഇങ്ങനെ പരന്ന് കണക്കാണ്.
എന്തൊക്കെയോ വേണമെന്നാ പറയുന്നത് പൂവ്. കടലിന്റെ തീരത്താണ് അമ്പലം. ദേവികളെയും വിപ്രമംഗളർന്ന് മോഹിച്ച് വീണവരെയും പെട്ടെന്ന് കിട്ടും. കുറച്ച് ലെങ്ത് കുഴപ്പമില്ലല്ലോ. മേടിച്ചില്ല ചേട്ടേ ചേട്ടേ ചേതസാധ്യാനമുണ്ടാകുന്നതുകൊണ്ട് ഗൈസ്, ഇത് അമ്പലത്തിൻ്റെ പുറകിലത്തെ കടലാണ്. അമ്പലമാണ് താണ്ടി കാണുന്നത്. ഉണ്ടോ? ഇഷ്ടംപോലെ ബോട്ടുണ്ട്. ഫ്രീക്കൻ്റെ വീഡിയോ എടുക്കാം. ും
കട ലക്ഷ്യമാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സാധനം വേണം, അതിന് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാ. അങ്ങനല്ല, അപ്പൂന് തത്ത വേണം, തത്ത. അല്ലാതെ വലിയ തത്തയും ചെറിയ തത്തയും വേറെ എന്താ വേണം? അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ കടലിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കടലിൽ നിന്ന് ആള് വളരെ കുറവാണ്. വേസ്റ്റൊക്കെ ആളുകൾ വാരിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. കടലാനയല്ല, കടലിലെ എന്തോ ഒരു സാധനം. കണ്ടാറില്ല. ചുമ്മാല്ല. കൊണ്ടുപോകാൻ അങ്ങനെ കുറേ ചട്ടി മേടിക്കാൻ പറ്റും. ഇന്ന് കൃഷിയാണ് ഗൈസ്. ഇത് ഫുള്ള് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി. ഇത് 7 100 രൂപയാണ്. ഇത് 6 100 രൂപ, ഇത് 7 100 രൂപ. വെയിറ്റിംഗ് ആണ്. ജങ്കാർ ഇവിടെ വരണം. ഈ ജങ്കാറാണ്. ഇത് അമ്പലത്തിൻ്റെ കേട്ടോ, ഇത് ഫ്രീ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നത്. ഇന്ന് ആള് വളരെ കുറവാണ്. ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ്.